എസ്സേയുടെ പേരാണ് ദ ഇൻറ്റൻഷണൽ ഫാലസിയും ദ അഫക്റ്റീവ് ഫാലസിയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ന്യൂ ക്രിറ്റിസിസത്തിനെ കുറിച്ച് എഴുതുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇൻറ്റൻഷണൽ ഫാലസിയും അഫക്റ്റീവ് ഫാലസിയും. അപ്പം വിംസാറ്റും ബിയോഡ്സ്ലിയും, വില്യം കെ വിംസാറ്റും മൺറോസി ബിയോഡ്സ്ലിയും, അവർ രണ്ടുപേരും അവർ ചേർന്ന് എഴുതിയ രണ്ട് എസ്സേ ആണ് ദ അഫക്റ്റീവ് ഫാലസിയും ഇൻറ്റൻഷണൽ ഫാലസിയും. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ടെക്സ്റ്റ് ഈ അഫക്റ്റീവ് ഫാലസി ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുമ്പം അതൊരു തെറ്റെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യുമ്പം ഈ തെറ്റുകൾ നമ്മൾ ഒഴിവാക്കണം. അതാണ് അഫക്റ്റീവ് ഫാലസി ഇൻറ്റൻഷണൽ ഫാലസി. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ന്യൂ ക്രിറ്റിസിസം പറയുന്നതെന്ന് പറയുമ്പം ഒരു ടെക്സ്റ്റിനകത്ത് എന്താണോ എഴുതിയേക്കുന്നത് ക്ലോസ്ഡ് റീഡിംഗ് ആണ്, അതിനകത്തുള്ളത് വേണം നമ്മൾ വായിക്കാൻ, ഇൻട്രിൻസിക് അനാലിസിസ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുമ്പം ഇഫ് ദ റീഡ് അല്ലെങ്കിൽ ഇഫ് വി ട്രൈ ടു അറ്റംപ്റ്റ് ടു അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓതർ ആൻഡ് ദ ടെക്സ്റ്റ്, അതാണ് ഇൻറ്റൻഷണൽ ഫാലസി. അതിങ്ങനെ ഓർത്താൽ മതി. ഓതറിൻ്റെ ഇൻറ്റൻഷൻ ഐഡൻറ്റിഫൈ, ഒരു വർക്ക് എഴുതുമ്പം ഓതർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇൻറ്റൻഷൻ, അതിൻ്റെ പിന്നാലെ പോകുന്നു. അതെന്ന് പറയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിന് പിന്നാലെ പോകുന്നില്ലേ. ഓതർ ഏത് ഇൻറ്റൻഷനോടെയാണ് ഈ ടെക്സ്റ്റ് എഴുതിയത്. അപ്പോൾ അതെന്താണ് കാണിക്കുന്നത്, ആ ടെക്സ്റ്റുമായിട്ട് ഓതറിൻ്റെ റിലേഷനെയാണ് കാണിക്കുന്നത്. അപ്പം ഇൻറ്റൻഷൻ ഓഫ് ദ ഓതർ അതിന് പിന്നാലെ പോകുന്നു. അപ്പം ടെക്സ്റ്റിനകത്ത് എഴുതിയിരിക്കുന്നതിന് പിന്നാലെ അല്ല, ഓതറിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ആ ടെക്സ്റ്റ് എഴുതിയപ്പം, ആ ടെക്സ്റ്റ് കൊണ്ട് ഓതർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം ആ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പിന്നെ നമ്മൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഓതറിൻ്റെ ഇൻറ്റൻഷന് പിന്നിൽ പോകുന്നു, അല്ലെങ്കിൽ ടെക്സ്റ്റും ഓതറും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അതിനെയാണ് ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത്. അപ്പോൾ റീഡറിന് പറ്റുന്ന ഒരു ഫാലസിയാണ്, ഒരു തെറ്റാണത്. അപ്പം അത് പാടില്ല എന്നാണ് ന്യൂ ക്രിറ്റിസിസത്തിൽ പറയുന്നത്. അതാണ് ഇൻറ്റൻഷണൽ ഫാലസി. ഇനി അടുത്ത അഫക്റ്റീവ് ഫാലസി എന്ന് പറയുമ്പം റീഡറിനെ ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെ ഇമോഷണലി അഫക്റ്റ് ചെയ്യുന്നു. അപ്പം അതെന്താണ് റീഡറിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ടെക്സ്റ്റും റീഡറും തമ്മിലുള്ള റിലേഷൻ, അതിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുമ്പം ട്രൈങ് ടു ദറ്റ് ഈസ് അറ്റംപ്റ്റിംഗ് ടു ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓതർ ആൻഡ് ദ ടെക്സ്റ്റ്, അതാണ് ഇൻറ്റൻഷണൽ ഫാലസി. ഈ ഓതറിൻ്റെ ഇൻറ്റൻഷൻ കണ്ടെത്തുന്നു. അഫക്റ്റീവ് ഫാലസി എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റ് വായിച്ചു കഴിയുമ്പോൾ അത് അഫക്റ്റ് ആവുന്ന ആരെയാണ്, ഓതറിനെ അല്ലല്ലോ, റീഡറിനെ, വായിക്കുന്ന ആളെയാണ് ആ ടെക്സ്റ്റ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അഫക്റ്റീവ് ഫാലസി എന്ന് പറയുമ്പം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടെക്സ്റ്റ് ആൻഡ് ദ റീഡർ, അതിൻ്റെ പിന്നാലെ പോകുന്നു. അതാണ് അഫക്റ്റീവ് ഫാലസി. അപ്പം ഇൻറ്റൻഷണൽ ഫാലസിയും അഫക്റ്റീവ് ഫാലസിയും അവോയ്ഡ് ചെയ്യണം എന്നാണ് ന്യൂ ക്രിറ്റിസത്തിൽ പറയുന്നത്. പിന്നെ ഒരു ടെക്സ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഈ ന്യൂ ക്രിറ്റിസിസം അനുസരിച്ച് ഒരു ടെക്സ്റ്റിനെ എങ്ങനെ അനലൈസ് ചെയ്യണം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ടെക്സ്റ്റിന് ബേസിക്കലി വേണ്ട കുറച്ച് ക്വാളിറ്റീസ് എന്ന് പറയുമ്പം ഈ ന്യൂ ക്രിറ്റിസിസത്തിൽ പറയുന്നത് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോണോമസ് ആണ്, അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലോസ്ഡ് റീഡിങ് വേണം ചെയ്യാൻ. പിന്നെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അടുത്തൊരു കാര്യമാണ് സെൻട്രൽ യൂണിറ്റി. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടെക്സ്റ്റിൽ. സെൻട്രൽ യൂണിറ്റി എന്ന് പറയുമ്പം ആ ടെക്സ്റ്റിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ തമ്മിലൊരു യൂണിറ്റി വേണം, ഒത്തൊരുമ, അതാണ് യൂണിറ്റി. അത് റിലേറ്റ് ചെയ്തേക്കുന്ന തീമുമായിട്ടാണ്. അപ്പം തീം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം. കോംപ്ലക്സ് ആയിട്ടുള്ള, കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് മനസ്സിലാക്കാനൊക്കെ പാടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള തീമും കാണും, സിമ്പിൾ ആയിട്ടുള്ള തീമും കാണും. അപ്പം ഒരു ലിറ്റററി വർക്ക് ഗുഡ് ഓർ ബാഡ് അത് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ടെക്സ്റ്റ് കോംപ്ലക്സ് ആണോ അല്ലയോ എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഗുഡ് ലിറ്റററി വർക്ക് ആണെങ്കിൽ അത് കോംപ്ലക്സ് ആയിരിക്കണം, അതിൻ്റെ തീം കോംപ്ലക്സ് ആയിരിക്കണം. അതുപോലെ ഈ കോംപ്ലക്സ് തീമിനെ അനലൈസ് ചെയ്ത് വരുമ്പം ഗ്രാജ്വലി അത് ഈ തീം സെൻട്രൽ യൂണിറ്റിക്ക് കാരണമാണ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് ഗുഡ് ലിറ്റററി ടെക്സ്റ്റ് ആവണമെങ്കിൽ അതിൻ്റെ തീം കോംപ്ലക്സ് തീം ആയിരിക്കണം. അതുപോലെ അത് അനലൈസ് ചെയ്യുമ്പോൾ ഒരു സെൻട്രൽ യൂണിറ്റ് വേണം. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ന്യൂ ക്രിറ്റിസിസത്തിൽ പറയുന്നത് ഒരു ടെക്സ്റ്റ് എന്ന് പറയുമ്പം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ഓട്ടോണോമസ് ആയിരിക്കണം, ക്ലോസ്ഡ് വേർബൽ അനാലിസിസ് ആണ് നടത്തേണ്ടത്. അതിനകത്തുള്ളത് എന്താണോ അത് വേണം വായിക്കാൻ, അല്ലാതെ കോണ്ടെക്സ്റ്റോ അതൊന്നും അതിൻ്റെ പിന്നാലെ പോകരുത്. പിന്നെ ഇൻറ്റൻഷണൽ ഫാലസിയും അഫക്റ്റീവ് ഫാലസിയും അവോയ്ഡ് ചെയ്യുക. എന്ന് പറയുമ്പം ഓതറും ബുക്കും തമ്മിലുള്ള റിലേഷൻ, ഓതറിൻ്റെ ഇൻറ്റൻഷൻ, ഉദ്ദേശം, അതിന് പിന്നാലെ പോകരുത്. പിന്നെ റീഡറും ബുക്കും തമ്മിലുള്ള റിലേഷൻ, അഫക്റ്റീവ് ഫാലസി എന്ന് പറഞ്ഞാൽ റീഡറിനെ എങ്ങനെ അത് അഫക്റ്റ് ചെയ്യുന്നു അതിൻ്റെ പിന്നാലെയും പോകാൻ പാടില്ല. ബുക്കിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് മാത്രം അനലൈസ് ചെയ്യുക. പിന്നെ സെൻട്രൽ യൂണിറ്റി, ബുക്കിലുള്ള തീംസ് എന്ന് പറയുമ്പം കോംപ്ലക്സ് തീം ആയിരിക്കണം,
ആയിരുന്നാൽ അത് ബെറ്റർ ആണ്, കുറച്ചുകൂടെ ഗുഡ് ആവും ആ ബുക്ക്. പിന്നെ സെൻട്രൽ യൂണിറ്റ് വേണം. ഈ കോംപ്ലക്സ് തീംസ് ഒക്കെ എഴുതിയാലും അതിനകത്ത് സെൻട്രൽ യൂണിറ്റ് വേണം എന്ന് പറയുന്നു.